ഒരു തീയിലെ കല്ലെടുത്ത് വീട്ടിൽ പോലും കുറി തൊട്ടിരിക്കുന്ന കപട ഭക്തൻ, കള്ളഭക്തൻ. Hi guys, Arun on the floor. ഗൈസ്, ഇന്നലത്തെ ഒരൊറ്റ ലൈവിനിൽ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. നമ്മളെ ലൈക്ക് അടിക്കും പറഞ്ഞ് ഞാൻ 530-550 സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക്. ഈ വീട്ടിലിരിക്കുമ്പോങ്കിലും ആ കുറിയൊന്നും വായിച്ചൂടെ? ഇനി കുളിച്ചിക്കുന്നല്ലേ പറഞ്ഞ്? പാപട ഭക്തൻ. എനിക്ക് നാളെ എങ്ങോട്ടാ ഓട്ടോ ഡ്യൂട്ടി? 2 സ്ഥലമുണ്ട്. ആദ്യം എറണാകുളം, പിന്നെ കണ്ണനെ കാണാൻ. ലസിത കേക്കണ്ട, ഓളിപ്പോ വിളിച്ചെന്റെ ഡ്യൂട്ടി നാളെ ഗുരുവായൂർക്കാണ് ഗൈസ്, KSRTC കൊണ്ട്. അതൊരാഗ്രഹമായി എനിക്ക് പോണെന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സമയം ഉണ്ടാകുമോ അതറിയില്ല. രൂപ പോയില്ല. 9, 5, 10, 11, 12, 1, 2, 3. എനിക്ക് നാളെ ചെറിയൊരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വരുള്ളൂ. 9, 5, 10, 5, 12 മണിക്ക് കോഴിക്കോട് 1, 2, 3 മണി 4 മണിനുള്ളിൽ ഗുരുവായൂരത്തേണ്ടതാണ്. അപ്പൊ ലസിത 3 മണി 4 മണി ടിപ്പോയിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ഓനെ കേട്ടാൻ പറ്റില്ല. അല്ല, അത് പറയരുത്. ഓക്കങ്ങ് രാഷ്ട്രീയത്തെ പിടിപാടില്ല. എന്ത് പിടിപാടില്ല കാര്യമില്ല. ഒരാളെ ഡിപ്പോയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ എത്തിയില്ലെങ്കിൽ മാത്രമേ വേറൊരാളെ മാറ്റാൻ പറ്റൂ. ലസിത വിചാരിച്ചൊക്കെ നടക്കൂ. എനിക്കറിയാഞ്ഞിട്ടാ. എനിക്ക് ലസിതനെ കുറിച്ച് എന്താ അറിയാ? നല്ല ട്രിപ്പ്. അതല്ല ട്രിപ്പിൻ്റെതല്ലെങ്കിൽ ലസിതനെ കുറിച്ച് എന്താ അറിയാ? 2 കെട്ടീന്നറിയോ? 2 കെട്ടീന്നറിയോ? 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ് 9ാം ക്ലാസ് വായിച്ചപ്പോൾ ഞാൻ നിർത്തി. മുത്തു, ഹായ് മുത്തു. എൻ്റെ കമ്പനിക്കാരന് മുത്തു കിടപ്പേ. ഒരു മുത്തില്ല ഇനിയോ? കുടിച്ച് ചാവ്. ഞാൻ ലോറി പോകാൻ മുത്തുവാ. മൈൻഡ് ചെയ്യുന്നില്ല, ഇന്നെ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അന്നപ്പാ മോനെ മൈൻഡ് ചെയ്തില്ല. ആര്? നിതിൻ. ആ ചേട്ടനും ഞാൻ തമ്മിൽ. നിതിനോ? NETIN. ഒന്ന് അടുത്തേക്ക് നിന്ന് വായിക്കി. എനിക്കെന്നാ അയ്യാൻ കിട്ടുന്നില്ല ചേട്ടാ. ആ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. ചേട്ടൻ ഞാൻ എപ്പോഴും തല്ലൂടല. ചേട്ടൻ എന്തെങ്കിലും പറയും, ഞാൻ എന്തെങ്കിലും മറുപടി അറിയും. ഈച്ചന്റെ വായി കേറിയിട്ടുണ്ടായി. അരുൺ ബോസ്. ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഇന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നലെ എത്ര മണിക്കാ പോയി? കാര്യല്ലേനോ? ഇന്ന് ലേറ്റ് ആയിക്കേ. നാളെ 7:30 പോയി ഉള്ളിലിരുന്ന് കയറിയാൽ മതി. എനിക്ക് ഒരു 6:30 എണീച്ചാൽ മതി. 6:30 എണീച്ചാൽ 7 മണിക്ക് ഇവിടെ ഇറങ്ങിയാൽ പഴയ കാലമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും. ലൈക്ക് ടു അളിയന് മാത്രം. ഏത് വകയിലാടേ ഇവൻ നിന്റെ അളിയന്? ഹലോ ഹായ്. ജസ്ന തടിച്ചോണ്ടോ? കുറച്ചൊന്നുമില്ല. ഇതേ പ്രൊഫൈലിൽ വേറൊരു ചോപ്പ് ഡ്രസ് ഇട്ട പ്രൊഫൈൽ ട്രിപ്പ് ഇന്ന് വരാണ്ട്. ഹായ്, സുഖമാണോ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ഞാനും കഴിച്ചു. ഇന്ന് ഷവായും കുബൂസും ബുദ്ധൂസ് ഞങ്ങൾ വാങ്ങിച്ചു പോകും. ഹായ് ഹായ്. ഉറക്കം പോവും. കിങ് ഓഫ് കിങ്. ഹായ് അരുണേട്ടാ. ഹായ് ബ്രോ.
നാളെ ആർക്കെങ്കിലും ഗുരുവായൂർക്ക് പോകാണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. എൻ്റെ വണ്ടി പറഞ്ഞാൽ മുലാലിൻ്റെ വണ്ടി, മുലാലി എന്ന് പറഞ്ഞാൽ ഗണേശോട്ടെ ഗവൺമെൻറ്. ഹായ് ഹായ്. എൻ്റെ വല്യമ്മയുടെ മകനാ. എൻ്റെ വല്യമ്മൻ്റെ മോൻ്റെ പേരെന്തെങ്കിലും അപ്പു. നല്ലത്. തുമ്പിക്ക് ഹെൽമെറ്റ് വെച്ചവൻ. അങ്ങനത്തെ എൻ്റെ വല്യമ്മയുടെ മകനാ. നിങ്ങൾ ഇന്നലെ വന്നവരല്ലേ സിസ്റ്റർ? സോറി. ആര്? ഈ താടിക്കാരൻ ആരാ? ഞാൻ. നീ താടി കുറയ്ക്ക്, അതാ ഭംഗി. താടി വെച്ചാൽ എല്ലാത്തിനും മുഖം ചെറുതാ. അമ്മീന ഹായ് ചേച്ചി. അയ്യോ. ഉദയ സൂര്യ, നിന്റെ അമ്മ ചോറ് തിന്നോ അതോ? ഹായ് ലാമി. എന്തായി അരുൺ ബ്രോ? ഞാൻ ഉടുമ്പിനെ കാണാൻ വരുന്നുണ്ട്, ഇനി വന്നാൽ പറഞ്ഞേക്ക്. ആയിക്കോട്ടെ ലാമി. ഇങ്ങനെ ഗുളിക വെച്ച് കഴിക്കല്ലേ? ഞാൻ കുടിക്കാണ്ട് വേറെ അറിയില്ല. സുക്കേട് മാറണ്ടേ? അല്ല, ഇങ്ങനെ ഗുളിക കുടിച്ചിട്ട് കാര്യമില്ല. സുക്കേട് മാറണ്ടേ മൈഗ്രെയിന്. ഏതെടാ ഷമീറിനെ ഒന്ന് പൊട്ടിക്ക്. ദിവസവും ജസ്റ്റിൻ ചേച്ചിയെ ശല്യം ചെയ്യും. അങ്ങനെ ഷമീർ ആരാ ബ്രോ? യു നോ ദളപതി? യെസ് ഐ നോ ദളപതി. ദളപതി ദളപതി എങ്കും ദളപതി ദളപതി. ഗൈസ് ആരുമില്ല. സമയം 8:54 എന്താണെന്നറിയില്ല. പറഞ്ഞു ഓൻ ഉറങ്ങണം. ഉറങ്ങുന്നിടത്തുനിന്ന് വിളിച്ചെഴുതി കൊണ്ടുവന്നു. ഓൻ 1/2 മണിക്കൂർ കഴിയാണ്ട് ഞാൻ വീട്ടിൽ വിടുത്തൂല. കാരണം യൂട്യൂബിൽ നിന്ന് വരുമാനം വരുമ്പോ ഞാൻ കിടക്കാൻ പോയി 500 എന്ത് തരും. ആര് കിടക്കാൻ വിട്ടാല് പിന്നെ 500 വലുത്. യൂട്യൂബിൽ എനിക്ക് യൂട്യൂബ് വലുത്. എനിക്ക് 5% അധികം ആക്കിയാൽ എനിക്ക് യൂട്യൂബ് മുതലേ 50,000 രൂപ വരുന്നുണ്ട്. ഇർഷാദ് കൊടുവള്ളി എന്ന പേരിൽ വെച്ച് വരുന്ന ആള് ഇർഷാദ് കൊടുവള്ളി ഉണ്ടല്ലോ. ഇപ്പൊ കൊറേ ആടാ വരാത്ത. വെറുതെ ലസിതനോട് തലമണ്ട പൊട്ടിക്കും. 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ലും 6ലും എത്തിയപ്പോ ഞാൻ നിർത്തി. വീണ്ടും വന്നവരൊക്കെ എവിടെ? ഗൈസ് ഞങ്ങൾ വീണ്ടും വന്നു ഗൈസ്. ഹായ്. ഞങ്ങള് കട്ടാക്കിയിട്ട് വീണ്ടും വന്നു. ഇത്ത അതടോ ഹായ് മുത്തേസു കാണോ? അതെന്താന്നറിയോ? പിന്നെ അമ്മ വിളിച്ചു, ലൈവ് കട്ടായി. അമ്മ സഞ്ജു സാഞ്ച് മൻസൂർ മാമനെ അല്ല അമ്മ മോനെ പോകണം. അമ്മനെ വിളിച്ചു നോക്ക്. മാമൻ ഉണ്ട് കറി ഇല്ല. ഇത് ഇതാവൂല. ഇരുപതോ അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം. അല്ല ഞാൻ അവിടെ എത്തി ഒരു പേടി വിളിക്കും. പാത്തു ഉടുമ്പ് പോയോ? ഇല്ലടേ, പോയോന്നറിയില്ല. നമ്പറിലേക്ക് ഓ അമ്മ ആക്കി ഇപ്പം അടിച്ചാൽ അങ്ങനെ കിട്ടുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല. ഫോൺ അപ്ഡേറ്റ് ചെയ്യാനിട്ടായിരിക്കും. ഉടുമ്പ് പോയോ ഗൈസ്? പോയില്ല ഗൈസ്. അമ്മൻ്റെ നമ്പർ അടിച്ചു നോക്ക്. എനിക്ക് കാണാണ്ട് അറിയൂലേ?
എനിക്ക് കല്ല് വെച്ച് ചെരുപ്പ് ഇഷ്ടമായി. കല്ല് ഇന്നലെ ഇട്ടല്ലേ ഞാൻ ഷോപ്പിൽ നിന്ന് ആ റോസ് ചെരുപ്പുണ്ടല്ലോ, പുതിയ ചെരുപ്പ്, അത് ഇഷ്ടമായി എന്ന് പറഞ്ഞ. മരുന്ന് കഴിച്ചോടാ. മാമന്റെ ഫോണൊന്നും എടുത്തെടുക്കും മോളെ. ഇതിലൊന്നും നോക്കി ഞാൻ ചെയ്യാം. മരുന്ന് കഴിച്ചോ ഉത്തേ? ഓ സുഖമാണോ? പിങ്ക് പേൾ ഫാത്തിമ ശരി. നിങ്ങൾ അമ്മേനെ ഫോൺ നമ്പർ സേവ് ആക്കിണ്ടാവില്ല. ആണെന്ന് പറഞ്ഞേ ഉണ്ടല്ലോ. മോളെ അവിടെ തന്നെ വിളിച്ചോ. അങ്ങനെ എടുക്കും അമ്മ. സൂപ്പർ ആയിട്ടുണ്ട്. നൈറ്റ് ഫുഡ് അടി കഴിഞ്ഞോ? സ്പെഷ്യൽ ഞാൻ ഓഫ് ആക്കിയ ലൈവിലായിരുന്നു. അളിയ സിസ്റ്ററിന് വീഡിയോ കഴിഞ്ഞു. ഓ ഇവിടെ എത്തിക്ക്. ഇന്ന് പോയില്ലേ? ഓ കുട്ടി കഴിഞ്ഞ് കുറച്ച് നേരം എത്തിയിട്ട് ജിസ്ന ചേട്ടൻ്റെ വായിക്ക് വഴി കൊടുക്ക മോനെ. എന്തെന്ന് വായിക്ക് വളി കൊടുക്കുക. ഞാൻ പറഞ്ഞാലേ കുറച്ചൊന്നല്ല, നല്ല അധികം വൃത്തിക്ക് കൂടിപ്പോവും. ഞാനൊന്നും പറഞ്ഞില്ല. അളിയ സിസ്റ്ററിന് കുറുമ്പ് കൂടുതല. നേരത്തെ വെച്ചാൽ നല്ല ചൂണ്ടില്ലേ? ഫാനിട്ട സൗണ്ട് ഇഷ്ടമാവോ മോളെ? ഫാനൊന്നും ഇട്ടോട്, സ്വൈര്യം കിട്ടട്ടെ. നാളെ ബസ്സില്ല. എന്നാ പിന്നെ 2 ദിവസം പൈസ കുറവ് കിട്ടോ? ജസ്റ്റിൻ ചേട്ടന്റെ 2 ദിവസം പൈസ കുറച്ചാ. നിങ്ങൾ വടകര വന്നിരുന്നോ? ഞാൻ നേരത്തെ കടിക്കുക. എന്താ വന്നിക്കോ? ഇപ്പൊ വന്നില്ല, പണ്ടാ വന്നിട്ടോ. എന്താ ഫുഡ് കഴിച്ചോ? കള്ളുകുടിയാ? ഓൻ സ്ഥിരം വാങ്ങുന്നതാ. ഫുഡ് കഴിച്ചോ? സഹീമ നോക്ക് വേണോ? ഉപ്പാനോട് ഉച്ചയ്ക്ക് വരുന്ന കമ്പനിക്ക് അധികം പിണങ്ങാണ്ട് അളിയാ പാവല്ലേ. ഓക്കെടാ. ജസ്റ്റ് ചിരിക്കുന്നു, അതിനെന്താ ചിരിക്കാനുണ്ടോ? ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് ഗൈസ്. അപ്പൊ നിറയെ വണ്ടിയാ, വീടിന്റെ മുറ്റത്തും വണ്ടിയാ. കൊടുക്ക് കള്ള്. ഓ ഞാൻ വടകര 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. 1 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. ചെമ്മണ്ണൂരില് വടകര. അതൊക്കെയോ വണ്ടി പുറത്തോട്ട് പോകണ്ട, അതിൻ്റെ സൗണ്ടാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആങ്ങളെയും പെങ്ങളും എങ്ങനെ അടുത്തിരിക്കാൻ പാടുണ്ടോ? ഇവിടെ ഗ്യാപ്പുണ്ട്. മറ്റേ ലാസ്റ്റ് വെച്ചിട്ട് ആരും കാണാനില്ല. നടുകൂടി അരുണേട്ടാ പോകാൻ അവരോട്. തിരിച്ചു പറയാൻ പോകുന്നില്ലടാ. ഇവന് ഉറക്കം വന്നിട്ട് തലേ കയറി കിടക്കുക. അല്ലെങ്കിൽ ഇപ്പം നിന്റെ അച്ഛൻ്റെ അച്ഛൻ, നിന്റെ അമ്മയുടെ അമ്മ എന്നിപ്പോ പറയൂ. അവിടെ പോകാറുണ്ട്. ക്ലച്ചങ്ങൂരി കൈ പിടിച്ചാ പോരാഞ്ഞോ? ഞാൻ വെറുതെ പറഞ്ഞതാ. കമന്റ് കിട്ടിയാൽ ലൈക്ക് കിട്ടിയെന്ന് വിചാരിച്ച് പറഞ്ഞ സോറി കേട്ടോ. ഓക്കെ. ഇതിവിടെ നല്ല ഉറക്കം വരുന്നുണ്ടേ. കട്ടും പോയി കിടക്കുമ്പോ ആ ഉറക്കം പോകും. എവിടെ പോകുന്നതിന് കുറ്റമല്ല. വെള്ളം എടുത്തുന്ന ലേശം കുടിക്കുന്നു. മുത്ത ഇന്നലെ കുറെ ലൈക്ക് അടിച്ചു എന്ന് ഇതുവരെ ലൈക്ക് ചോദിച്ചില്ല. എടാ ഇന്നലെ ലൈക്ക് അടിച്ചു. ഇന്നലെ 1.5 ലക്ഷത്തിന്റെ മുകളിൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിക്ക്. ഇത്തായിരുന്നു എൻ്റെ സ്പെഷ്യൽ. 1.5 ലക്ഷത്തിന്റെ. ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാല് ഷവായി, പിന്നെ ബുദൂസ്. ഷവായി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ബൂസ് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാ.
നീ കള്ളത്തരം പറയാണല്ലേ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട്. ബ്രദറാന്ന് പറയുന്നത് നിങ്ങളുടെ കള്ളത്തിലും ആരും അറിയില്ലെന്ന് വിചാരിച്ചു. ഈ ഷഹീമ മോള് എടാ കരാറോ ജസ്റ്റ് നിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ്, സംസാരം ഒരുപാട് ഇഷ്ടമായി, താങ്ക് യു. മുത്തേ എല്ലാം വീഡിയോയും കണ്ടു. ഓക്കെ എടാ നീ കണ്ടിട്ടൊന്നുമില്ല, വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് സൂപ്പർ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിക്ക. ആ വീഡിയോ 25 മിനിറ്റ് അങ്ങ് കണ്ട് ഓളെ ഞാൻ ഓടിച്ചിട്ട് തല്ലു. ഞാൻ കണ്ടിരിക്കുന്ന മെസ്സേജ് പകുതി സൂപ്പർ ആയിട്ട് അയ്യോ ബാക്കി നോക്കാൻ സമയം വേണ്ടേ? വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പൊ സൂപ്പർ എന്ന് പറഞ്ഞു 25 മിനിറ്റുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 2 മിനിറ്റ് മതി, സ്കിപ്പ് അടിച്ചാൽ മതി. ഓള് ഉടായ്പ വെച്ച് ഇങ്ങോടാ കളി, ഓടിച്ചിട്ട് തല്ലും ഞാന്. ട്രാവൽ വിത്ത് ട്രക്ക്. ഹലോ ഹലോ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ വരുന്നുണ്ട് കേട്ടോ, മറക്കണ്ട. ഓ ഞാൻ ഇന്നും ഒരു ഡ്രസ്സ് പോയി ഇവിടെ വാങ്ങാൻ മോള് ലോറിയും പിടിച്ചു വന്നോണ്ടി. അമ്മ ഉണ്ണി ബോക്സ് ചേട്ടൻ ഉള്ളിയേരിയിൽ ഏതോ ബസ്സിൽ പോകുന്നു. ഉള്ളിയേരിയല്ല കുറ്റിയാടി കോഴിക്കോട്. ഞാൻ കണ്ടു മുത്തേ സത്യം. ചേച്ചി ഒരു കുങ്കുമ പൊട്ട് തൊട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അത് കുങ്കുമല്ല, എന്താ അത് കാണൂല. എന്നിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ. എൻ്റെ ഇട്ടിട്ട് ഉണങ്ങിപ്പോയ സാധനം പറിച്ച് അങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടാവൂലേ. അതുപോലെ കുങ്കുമം എന്നാ ചുവന്ന കളറാ. മക്കളെ ഇതുവരെ കണ്ടില്ലല്ലോ. കുടുംബപരമായിട്ട് പൊട്ടുതൊടുന്ന ആൾക്കാരല്ല. അങ്ങനെ പഠിക്കുക. ഞാൻ എൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തും. ഇപ്പോ 2026 ഫെബ്രുവരി 31. നീ വരുമോ? ഉറപ്പല്ലേ? പ്രോമിസ്? അപ്പൊ എല്ലാരോടും ഗൈസ് എൻ്റെ കല്യാണാണ് ഗുരുവായൂർ വെച്ചിട്ട് ഫെബ്രുവരി 31 കാലത്ത് ഞാൻ കല്യാണം കഴിക്കൂ. അതും കേട്ടും ഞാനിപ്പോ എല്ലാരും തമ്മിലൈന് കൊടുക്കും. ജസ്നയുടെ വിവാഹം ഫെബ്രുവരി 31. 28 ഏതോ ഒരു കൊല്ലം 29. 4 വർഷത്തെങ്ങാൻ കൂടുമ്പോ 29 ഉണ്ടാവലുണ്ട്. നീ ഓർക്കുന്നുണ്ടേ പോട്. ലസിതനെ വിട്ട് ഞാൻ കടിപ്പിക്കും. ലസിത ഇവന് കുറച്ച് കൂടുതലാ. ലസിത ഇവൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എറണാകുളത്തേക്ക്. ഇനി മറ്റേ ഇതില് പിടിപാടില്ലേ മുഹമ്മദ്? നിങ്ങൾ ഞാൻ DYSO ആണ്. ഈ DYSO ഏതാ? DYSP എന്നൊക്കെ കേട്ടിരിക്കും. നിങ്ങളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ട്, വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാവണം. കണ്ണന്റെ പേരിൽ പറ്റിക്കുന്ന ഇതിനെ കുറിച്ചാണ്. ശരിക്കും മുതലാളി ഇങ്ങനെ ടൈറ്റായി ഇടാൻ പറ്റുമോ? ടൈറ്റായി ഇടുന്നല്ല. എടാ ഇന്ന് ഗോൾഡിന് എത്ര റേറ്റ് എന്നറിയോ? 80,880. ഇതാ ഞാൻ ഇന്ന് താത്ത കഴിച്ചെടുത്തേക്ക്. ഓളോട് ഞാൻ ചോദിച്ചു ഒരു പവൻ വിറ്റ് നമ്മള് ടൂറ് പോവുകയാണ്. ഇനി ഒഴുവൻ ചെയ്യേക്ക് പണം വെച്ചാ പോരെ? അതാ 80,880 ഗ്രാമിന് ഒരു ഗ്രാമ് കൊടുത്താ 10 പവ അല്ല 10,000 ഉറുപ്പ്യ കിട്ടു. ഞാനുണ്ടല്ലോ 1 ഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു കമ്മല്. 3 കമ്മല് കൊണ്ട് പണം വെച്ചാലോ? അതല്ല ഞാൻ ഉറക്കത്തണ്ടക്ക് എനിക്ക് ചിലര് മോതിരം ഊരി തരുന്നത്. മോളെ അമ്മ എന്നാലും ഉറക്കത്തണ്ടക്ക് മോള് മോതിരം ഊരി തരുന്നേ. 20,000 ഉറുപ്പ്യ. വെറുതെ ഊരി കുത്തണ്ടേ? ജനം കൊണ്ടുപോകും. ഈ മുത്തോ? മോളെ കാലിലെ പാസ് 10,000 ഉറുപ്പ്യ കിട്ടും. ഒന്നിനോ? ഏത് സിനു വിറ്റതോണോ? അതിന് 2,500 കിട്ടും. ഒറ്റമത്തിന് മറ്റേ 5 നോക്കിയുള്ള ഇനി എന്നെ കൊണ്ടുപോയി അങ്ങ് വിറ്റൂടെ? ഇതൊക്കെ വെക്കാൻ പോവാ. ഇവിടെ വെക്കണ്ടേ? എന്തായോ അത് ബസ്സിലാ. ചിലപ്പോ ഒരാളെ വണ്ടിനുള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഓര് വന്ന് കച്ചറുണ്ടാവും. ഇത് 50,000 രൂപ പറ്റി എന്തേലും പറ്റിപ്പോയാലും ഇതിൻ്റെ അകത്തുള്ള സാധനം അടിച്ച് പറ്റിപ്പോയ പോലെ. വളനുണ്ട് 4.
4 പവന് എന്ന് പറയുമ്പോ 32 റുപ്യ 32 3,20,000. അതന്നെ 32 വെറും 32 റുപ്യക്ക് ഞാൻ പോകട്ടോ. ഇവിടെ കുത്തിരി കുറച്ച് നേരം കുത്തിരി. അച്ഛൻ നല്ലല്ലേ പോയെ? ആ ഒരാളിവിടെ നിന്ന് വലിയ വിളിച്ചിക്ക്. എൻ്റെ അച്ഛൻ പണിക്ക് പോയി ഗായ്സ്. തമിഴ്നാട്ടിലാണ് പോയത്. എറണാകുളം ഇങ്ങോട്ട് നോക്ക്. എടാ ഇവിടെ കഥ പറഞ്ഞ് ഞാൻ ഇത്ത കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എടോ നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണാം. അമ്മ ഏതാണെന്ന് ഇഞ്ഞോട് ചോദിച്ചിട്ട് കാര്യമല്ല, എനിക്ക് സോഷ്യൽ മീഡിയ കണ്ടു പരിചയമല്ലോ. ജസ്നത്താന്റെ ഹസ്ബൻഡ് ആണോ ഇത്? അല്ലടേ അരുണേട്ടാ പോകല്ലേ? അരുണേട്ടൻ പോവാ മക്കൾ. എന്താ അറിയോ, അരുണേട്ടൻ രാവിലെ നേരത്തെ പോകണം. ഇന്ന് 3-ാം ദിവസം. എനിക്കിപ്പോൾ 2 ദിവസം കൂടി ഡ്യൂട്ടി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ദിവസം ഇറങ്ങാൻ. എന്നിട്ട് ഒരു സ്ഥലത്ത് പോവാണ്ട്. 13-ാം തീയതി പോവും. 14-നാ കെട്ട് കേട്ടോ. ബൈ ബൈ. ഒന്ന് അമ്മച്ചീൻ്റെ അമ്മ, ഒന്ന് മച്ചീൻ്റെ അമ്മ. ഞാൻ ഓവർ പറയാൻ മൂലത്ത് നല്ല ക്ഷീണമുണ്ട്. കാലം ഇവിടുന്ന് ഈ സ്ഥലല്ലേ, ഇവിടെ ഭയങ്കര ആഴ്ച കൊണ്ട് നിങ്ങളെ ഞാൻ പൂട്ടും. മുഹമ്മദേ ഊമ്പിക്കും കുത്തിരുന്നു കേട്ടോ. ഇനി മുഹമ്മദ് അയച്ചാല് നമ്പറിലേക്ക് അയച്ചാൽ മതി. ഏത് മുഹമ്മദ് അയക്കെന്താ? ഞാൻ എൻ്റെ തന്തയ്ക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കും. പണ്ടുള്ള കൊടുത്തിട്ട് ഇപ്പോൾ ആകെ ഗുരുവായൂർ വരെ പോകണമെന്നേ ഉള്ളൂ. അതിപ്പോൾ ഒരു മത്സരമാണ് അല്ല, പോകണമെന്നേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഗുരുവായൂർ പോകാനുണ്ട്. ഞാൻ കുറേ നേർച്ച എനിക്ക് ഇന്നലെ. അമ്മ കോഴിക്കോടുള്ളതാണ്, ഒരു കുട്ടിയാണ്. അമ്മ കോഴിക്കോടുള്ള ഒരു കുട്ടിയാണ്. ആകെ ഡ്രൈവർമാരാരാ നോക്കണോ? എന്നാലും KSRTC അബദ്ധത്തിലാണെന്നാണല്ലോ നമ്മളെ മന്ത്രി പറയുന്നത്. ഇപ്പൊ ശരി 1-2 ദിവസം ഇപ്പൊ ലോക റെക്കോർഡാണല്ലേ ഞാനൊക്കെ അതിൽ അങ്ങാണ്. എന്താ അന്നൊക്കെ പൈസ ഒക്കെ കറക്റ്റ് വൈകുന്നേരം പറഞ്ഞുതരൂ. എഴുതിയൊക്കെയുള്ള എല്ലാരെയും വിലപ്പെട്ട സമയം ഞാൻ പോകുന്നില്ല. ജിസ്മു നീ ഗുരുവായൂർ വന്നാൽ പിന്നെ നീ ഉണ്ടാവില്ല. എടാ നായിന്റെ മനെ മൈര, ഞാൻ നാളെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാക്ക് കേട്ടോ. കുറെ നേരം ഉറക്കം വന്നിട്ട് ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നു. അപ്പോൾ ഓൻ്റെ അച്ഛനെ കുടത്തിലെ വർത്താൻ പറയാം. എടാ അമ്മു, ഇവൻ അടിച്ചിട്ടല്ലടാ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഇവനെ പിടിച്ചു നിർത്തിയതാണ്, അല്ലാതെ ഫോട്ടോ അടിച്ചിട്ടല്ല. കണ്ടോ അടിക്കണം ഓളടിക്കല്ലേ? ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞു ചട്ടിയോട് താളിക്കും നട്ടു കൊടുക്ക്. അമ്മോ ഉറക്കമുണ്ടല്ലോ. എന്താ വെച്ചാല് വെള്ളടിച്ചല്ല, നാളെ രാവിലെ പുലച്ചപ്പോ. പിന്നെ വെച്ചാല് നമ്മളെ പ്രൈവറ്റ് ബസ് ഫാനും അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഈ ബോണറ്റിന് ചൂടും വെയിലിന് ചൂടൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റൂലല്ലോ, വണ്ടി യാത്രക്കാരല്ലേ. ഞാൻ മിണ്ടാണ്ടിരുന്നത് എനിക്ക് ആ നില രസീയത്താ ഓരോരോ എന്തായിട്ട്. അങ്ങനെ അമ്മ ഒരുപാട് ടയർഡായി, ചൂടെടുത്തിട്ട് ഇവിടെ വന്ന് കുളിച്ച ഒറ്റ കിടത്തം കിടക്കല. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് ടയർഡായി, കാല് ക്ലച്ച് ഭയങ്കര ടൈറ്റാണ്. അതിന്റെ കാല് ചവിട്ടിട്ട് ക്ലച്ച് തന്നെയാ പറഞ്ഞത്. അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് കാലിൻ്റെ തുടൻ്റെ അവിടെ ഭയങ്കര വേദന. അപ്പോൾ അതുമല്ല ഉറക്കക്ഷീണമൊന്നും. നാളെയും പോകണം രാവിലെ, ലീവില്ലാണ്ട് എടുക്കുക. അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് ആരും. ഞാൻ മാത്രം പോവാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് നിൽക്ക്. ഈ ചില്ലറ പ്രശ്നമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. ചിലപ്പോൾ അവിടെ പോയാൽ ചിലപ്പോൾ ഉറങ്ങിയില്ല ഉണ്ടാവും, ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ. നിങ്ങൾ സംസാരിക്കട്ടെ. ഗുഡ് നൈറ്റ്. ചില്ലറ പ്രശ്നം മൂവോ വയസ്സായി. ജസ്ന മോളെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞോ? ഇല്ലടേ, എൻ്റെ വിവാഹം കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും 33 വയസ്സായിട്ടും എൻ്റെ പോരാന്ന് അറിഞ്ഞു നിൽക്കുക. വിവാഹം കഴിക്കാൻ ആരും തയ്യാറാവുന്നില്ല. പത്തനംതിട്ട കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സിൽ ഡ്രൈവർ അല്ല. അവൻ പത്തനംതിട്ടല്ല, അവൻ കോഴിക്കോടാണ്. നല്ല ചുരിദാറാണിത്. എടാ ഇത് ഞാൻ ഈ കളറ് കണ്ടിട്ട് ശോഭികയെന്ന് വാങ്ങിയത്. പ്രൈസ് കുറവാടോ.
700 സംതിങ് 800 സംതിങ് അങ്ങനെ ഉള്ളൂ. ഹലോ പ്ലീസ്. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുമുണ്ട്. എൻ്റെ തെറ്റല്ലല്ലോ. ഞാൻ അറിഞ്ഞ പോലുമില്ല. വിവാഹം കഴിഞ്ഞോ ഞാൻ അറിഞ്ഞില്ല. 2 കുട്ടികളുണ്ടായത് അറിയില്ല. തൻ്റേതല്ലാത്ത കാരണവശാൽ കഴിഞ്ഞതാണ്. 33 വയസ്സുള്ള നിന്നെ കണ്ടാൽ 40 തോന്നിക്കും. എനിക്ക് തോന്നുക സുമ്മാ രാജേഷ് ഏട്ടാ, ഇന്നെ കണ്ട 50-55 വയസ്സ് തോന്നിക്കും. നിങ്ങൾക്ക് കണ്ണിനെന്തോ കുഴപ്പമുണ്ടായിട്ടാ 40 എന്ന് പറയുന്നത്. ലവ് യു. ഹൈ താ. ഹൈ മോനെ. ഡോറടിക്ക്. മാമൻ പോയില്ലേ? ഹൈ. മോനെ റഷീദേ, പ്രൊഫൈലുള്ളതല്ലേ? നീ ചോദിച്ചതിന് മറുപടി ഞാനൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അത് തന്നെ 10-60 വയസ്സുണ്ട്. ഇവരൊക്കെ 40 എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോഴും ചെറിയ കുട്ടിയാണെന്നൊക്കെ വിചാരിച്ചാലും അങ്ങനെയൊന്നും പറയല്ലേ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാൻ ഗൈസ്. ഇന്നലെ ഞാൻ ലൈക്ക് അടിച്ച് നിങ്ങളോട് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ട് എല്ലാവരും ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 26 ലൈക്കേ ഉള്ളൂ. അപ്പം വേഗം 100 മണിക്ക് പിടിച്ചോളി. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ലൈവ് വൈൻഡപ്പ് ചെയ്യണോ വണ്ടിയോ എന്നുള്ളത്. ഞാൻ പത്തനംതിട്ട കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സിലാണ്. ഓ, നിങ്ങൾ പത്തനംതിട്ട കൊമ്പൻ ബസ്സിൽ. ഞാൻ വിചാരിച്ച അവന് കൊമ്പൻ ബസ്സിലെ ഡ്രൈവറാണോ എന്ന് ചോദിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അല്ല എന്ന് പറഞ്ഞത്. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോയിട്ടില്ലേ മോശമാണെന്ന് പറഞ്ഞപ്പം 60 തികച്ചു പറഞ്ഞോളൂ ഇത്താ. അമ്മൂസേ 61. ഇനി കുറച്ച് പറയല്ലേ. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാതിരിക്കുക. മുഹമ്മദിനോട് വർത്താനം പറഞ്ഞാൽ റസിയ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് വായിൽ വരുന്നൊരു കാര്യം. വീട്ടിൽ ഇത്രയും സ്വർണം ഇടണമെന്ന് എനിക്ക്. ഞാൻ ഇപ്പോൾ പുറത്ത് പോയി വന്നിട്ടുള്ളൂ. ഇപ്പോൾ 2ാമത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നാളെ പോയിക്കോട്ടെ എന്ന്. കാരണം ഒരു പോലീസുകാരീൻ്റെ കല്യാണം. ഫുള്ള് പോലീസുകാരാണ്. ആങ്ങളെയും പെങ്ങളും പോലീസുകാരാണ്. അപ്പം ഇവിടെ അക്കുഡേറ്റ് നമ്മുടെ മെയിൻ റോഡും വന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഈ 1/2 കിലോമീറ്ററും റോഡ് സൈഡിൽ വണ്ടിയാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചൊന്ന് ഒരു 10-10:30 ആകുമ്പോൾ പോവാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഓർണമെൻറ്റ്സും അയക്കാതെ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. അമ്മൂസെ ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് അമ്മൂസുകൾ കുറേ ഉണ്ട്. അതുകൊണ്ട് അമ്മൂസെന്ന് വിളിക്കുന്നത്. കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട്. പോടുന്നത് പുതിയ ആൾക്കാരെ ശ്രദ്ധിച്ചു. ഇത്ര പവനുണ്ട് കഴുത്തിൽ. ഒക്കെ തിരുവൂർപ്പണ്ണ. 2 ഇപ്പം അടി കിട്ടിയ. എവിടെയാണ് വീട്? ഫുഡ് കഴിച്ചോ? ഷവായും പൂപ്പൂസും. നീ മുസ്ലിം അല്ല മനുഷ്യനാണ്. കൊലിസ് കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പം ഗൈസ് ഒരു 100 ലൈക്ക് തന്നാൽ ഞാൻ വൈൻഡപ്പ് ചെയ്ത് പോവും. ഞാൻ വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ലൈക്ക് അടിച്ചോളൂ. ബിരിയാണി തീരും പൊന്നെ, വേഗം പോയിട്ട് വാ. എനിക്ക് വേണ്ട ബിരിയാണി. ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചു. എനിക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. ഇവിടെയൊക്കെ ഭാഗത്തേക്ക് തലേന്ന് ബിരിയാണി ഉണ്ടാവും. അടിപൊളി അച്ചാറുണ്ടാവും കേട്ടോ. കണ്ണൻ ചേട്ടൻ ഇവിടെ പോയി. കണ്ണേട്ടൻ ഗുരുവായൂരല്ലേ? ഇന്ന് ഭദ്രകാളി തന്നെ. ഇങ്ങനെ സ്പീഡ് പോകുന്നുണ്ട്. തന്നെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. കോഴിക്കോടാണ് ഞാൻ. എടാ എപ്പോഴെങ്കിലും കോഴിക്കോട് എനിക്ക് വാട്സപ്പിൻ്റെ അകത്തൊരു മെസ്സേജ് അയച്ചിട്ടോ. ഞാൻ എപ്പോഴെങ്കിലും കാണാം. ചേച്ചിക്ക് ഒരു ഫുഡ് സ്റ്റാളോ തുടങ്ങിക്കൂടെ? തിന്നാനും വെക്കാനറിയാത്ത ഞാൻ ഫുഡ് സ്റ്റാൾ തുടങ്ങിയിട്ട് എന്നാ കിട്ടാനാ കൊച്ചേ?
സുഖാണോ? അതെ, സുന്ദരിയാണ് കേട്ടോ. എനിക്കറിയാം, ഞങ്ങൾ കാരണവന്മാരായിട്ട് ഭംഗിയുണ്ട്, കൊല്ലമുണ്ട്. മച്ചാനെയാണോ? ചേച്ചിയുടെ ഹസ്സല്ലേ കണ്ണേട്ടൻ? അല്ലടാ, കണ്ണൻ എന്ന് പറയുന്നത് എനിക്ക് ഹസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മുത്തേ എനിക്ക് നമ്പർ താ. എടോ, ഞാൻ എത്രയോ വീഡിയോസില്ലാത്ത എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊന്നൊന്ന് എടുത്തെങ്ങാൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആരോടും പറയല്ലേ. അല്ല, എല്ലാവരും ലൈവിൽ വന്നിട്ട് മാല സ്വർണ്ണാണോ എന്ന് ചോദിക്കും. എൻ്റെ ഭർത്താവ് എന്നിട്ട് പറയും, ഇനി ഇങ്ങനെ ഇട്ടോണ്ട് നടക്കല്ലേ എന്ന്. അതുകൊണ്ടാ. തട്ടമിട്ടുകൂടെ? തട്ടല്ലടോ. നോക്കാമുത്തേ. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നോക്കിയാൽ മതി. ജസ്ന സലീം എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ ആരും പൊങ്ങച്ചമാണ്. അതെ, പൊങ്ങച്ചമാണ്. പൊങ്ങച്ചൊക്കെ കാണിക്കട്ടെ. നമുക്ക് പൊങ്ങച്ചും ചാടയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ മനുഷ്യനായി മാറുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അരുണേട്ടനാണ് കണ്ണേട്ടനും ഗുരുവായൂർ. അരുണിന് ഏകദേശം കണ്ണൻ്റെ സ്വഭാവം കേട്ടോ. ഒരു 4-5 നിങ്ങൾക്കൊക്കെ അറിയാലോ, ഈ ബസ് ഡ്രൈവർ എന്ന് പറയുന്നത് മിനിമം ഒരു 5-6 ലൈനെങ്കിലും ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ പെൺപിള്ളേർ. പക്ഷേ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അതൊരു എന്നറിയും. ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ്. 2 മാസമായ വാവയുണ്ട്. അയ്യോടാ, എൻ്റെ മോള് കേൾക്കണ്ടോ? എൻ്റെ മോള് കേട്ടപ്പോൾ ജകളോടും. ശരിക്കും അരുണായിട്ടുള്ള ബന്ധം എന്താ? എടാ, ഞാൻ കുറേ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്താൽ ഒന്ന് നോക്കൂ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ലടേ. അരുണിയിലങ്ങനെ നിലാവത്ത് അയച്ചു വിട്ട കോയിൻ്റെ അതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എൻ്റെ പേര് അങ്ങനെ ഉണ്ട്. എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. ഓരോ ഇൻ്റർവ്യൂസും കാണുമ്പോൾ സങ്കടം വരും. എന്തിനാ ചേച്ചി വെറുതെ ഓരോന്നും പറയിപ്പിക്കുന്നത്? ഓഹോ, പറയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സുഖാണോ ജസ്ന? ബി പോസിറ്റീവ്. ഇത്രയേ ഉള്ളൂ. പുതിയ ആൽബം എന്നാ? ഞാൻ ഒരു ആൽബത്തിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ചോദിക്കാം. ഞാൻ പിന്നെ അവരുടെ പുറകെ പോയിട്ട് എന്നാ എങ്ങനെയാ അങ്ങനെയൊന്നുമില്ല. വേഗം എല്ലാവരും ലൈക്ക് അടിച്ചോ. അതുതന്നെ, ലൈവ് ഞാൻ നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ 100 ലൈക്ക് ആവുള്ളൂ. ഞാൻ നിൽക്കും. എന്നിട്ട് ഞാൻ ലൈവ് നിർത്തി പോവേ അടിച്ചോളൂ. അരുൺ എന്താ കല്യാണം കഴിക്കാത്തത്? എത്ര വയസ്സായി? കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവനോടൊന്ന് ചോദിക്കണം. 31 വയസ്സായി. 32ാമത്തെ വയസ്സാണ്. നിൻ്റെ നമ്പർ തോടപ്പ. അരുണിൻ്റെ വയസ്സ് 90. അല്ല കേട്ടോ, എന്നെക്കാട്ടിൽ 2 വയസ്സിന് കുറവാണ്. എനിക്ക് 60 അവൻ 58 ആയിട്ടേ ഉള്ളൂ. അമ്പടാ പോക്കി പറയുന്നു. ദാസേട്ടൻ ആൽബം? അത് ആൽബം ഒന്നുമല്ലടോ, അത് റീലാ. ഞാൻ രാവിലെ വരെ ഇരിക്കും സുമ. എനിക്ക് വേറെ പണിയില്ല, ഒരു പരിപാടിയില്ല. സുമ എന്നെ ഒന്ന് കളിയാക്കി ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോട്ടെ. അവർ ആംഗ്ലയും പെങ്ങളുമാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കണ്ട. പറയുമ്പോൾ അവർക്ക് പിന്നെ അതെങ്ങനെയാണ്, എന്താണ്, ഏത് വകയിലാണ് എന്നൊക്കെ പറയണം. ഞാൻ പലരോടും പറയും എൻ്റെ ഫ്രണ്ടാണെന്നറിയാം. ഞാനും അവനും എൻ്റെ സിസ്റ്ററുടെ മകനും എവിടെ പോകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടാണ്. ഗുരുവായൂർ കണ്ണൻ. നാം ലൈക്ക് അടിച്ചു ചേച്ചി. നാമിന് സന്തോഷമായിട്ടോ. അരുണിന് വേറെ അനിയത്തിയാണ്. അരുണിന് വേറെ അനിയത്തിയെ ഇഷ്ടമാണോ എന്നാണോ ചോദിച്ചാൽ, അരുണിനെ സത്യം പറയാച്ചാൽ അവനൊറ്റ മകനാണ്. പക്ഷേ അവൻ്റെ പെങ്ങളി ഞാനാണെന്ന് പറയുന്നതിനെക്കാട്ടിലും എൻ്റെ സിസ്റ്ററാണെന്ന് പറയുന്നതായിരിക്കും. സജു 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 എന്ന് വിളിച്ച് വയ്യൊക്കെ നടക്കുന്നതോ.
അവൻ്റെ പെങ്ങന്മാരെന്ന് പറയാൻ ഞങ്ങൾ എന്നെക്കാട്ടിലും അവളോടാണ്. സജു 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 എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറകെ നടക്കും. സുമേ ഇങ്ങൊന്ന് നോക്കൂ സുമേ, 72 ആയിട്ടോ ലൈക്ക്. എന്നെ കളിയാക്കി എല്ലാവരും ഒന്ന് നോക്കിയാൽ. സുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി എന്നെ കളിയാക്കിയിട്ട് പോയിട്ടുള്ളത്. എനിക്ക് 100 ലൈക്ക് ആവില്ല എന്ന് പറഞ്ഞു. ഒന്ന് വേഗം ലൈക്ക് അടിച്ച് വിട്ടേക്ക്. ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടാവും നോക്കൂ. കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് ഭയങ്കര